ഹായ് ഡിയേഴ്സ്, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ പീനട്ട് കറിയാണ്. നമുക്ക് പൊറോട്ടയ്ക്കായാലും പത്തിരി, ചപ്പാത്തി ഏതൊരു ബ്രേക്ക്ഫാസ്റ്റിനും പറ്റുന്നൊരു കറിയാണ്. ഇത് നമ്മളുടെ കടല, സാധാ നിലക്കടല വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ പൊട്ടറ്റോ, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതാക്കി ചൂടാക്കി എടുക്കുക. അതെന്താ വെച്ചാൽ ആ തോലൊന്ന് പോരാൻ വേണ്ടിയാണ്. നമ്മൾ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ വേറൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോസാണ്, അതായത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ്. പിന്നെ ഞാനിത് കുക്കറിലല്ല കേട്ടോ വേവിച്ചത്, ഒരു പാത്രത്തിൽ വേവിച്ചിട്ടാണ്. കുക്കറിൽ വേവിച്ചാൽ ഒരുപാട് വെന്ത് പോവില്ലേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക, അതായത് ആ മുളക് പൊടി ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതാ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, അധികം നേരം വേണ്ട. പിന്നെ ചപ്പാത്തിക്കായാലും പൊറോട്ടയ്ക്കായാലും എന്തിനു വേണമെങ്കിലും ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകമാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്നൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ് അതും ഇട്ട് കൊടുക്കുക. അതും കുറച്ചിട്ട് കൊടുത്താൽ മതി, ഒന്ന് ഒരു ഫ്ലേവറിന് വേണ്ടി. ഇതാ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത ഒരു വള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്യണം, മറ്റേത് ഉള്ളി നമുക്ക് കടിക്കാൻ കിട്ടും. ഇത് ഒന്ന് ഗ്രേവിയായി കിട്ടാൻ വേണ്ടിയിട്ടോ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിരുന്നു. പച്ചമുളകും വീഡിയോയിൽ കിട്ടാത്തതാണ്, അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ചേർത്ത് കൊടുത്തിട്ട്, ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒന്ന് കളറിന് വേണ്ടി നമുക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇല്ലാത്ത ഉണ്ടാവില്ലല്ലോ, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഇനി ഇതിലേക്ക് നമുക്കൊരു പുളിക്ക് വേണ്ടി ഒരു വലിയ ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചതാണ്, അതിൻ്റെ വെള്ളമാണ് ഇപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത്. കാരണം നമ്മൾ ബോയിൽ ചെയ്തുകൊണ്ട് അതിൻ്റെ വെള്ളം കളയേണ്ട ഒരു ആവശ്യമില്ല. ആ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം, ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണത് കണ്ടോ. നമ്മൾ ആ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ മൂടി വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടലയാണ്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. നമ്മളുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളുടെ ഈ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. വെറും കടല, നമ്മുടെ ആ കടല മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഞാൻ അടിച്ചതാണ്. ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. പിന്നെ ഗ്രേവി നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഞാനൊരു തിക്ക് ഗ്രേവിയിലാട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. നമ്മളുടെ കറി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ പൊട്ടറ്റോ ചേർക്കേണ്ടത്. നമ്മളുടെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ആണ് ഇതിൽ ചേർക്കുന്നത്. ഇനി ആ പൊട്ടറ്റോ അതിൽ കിടന്നൊന്ന് റെഡി ആവണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നോളം നമ്മുടെ മല്ലിയില വിതറി കൊടുത്ത് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു പ്രത്യേക വിഭവം മല്ലിയില ചേർത്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ബട്ടർ കൂടി മെൽറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ
പൊട്ടറ്റോ പീനട്ട് കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്തെക്കണം. നിലക്കടല പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.